നിഷ്കളങ്കരായ മനുഷ്യർക്ക് വേണ്ടി വാദിക്കാൻ ദൈവം ഇറങ്ങി വരും. അവർക്ക് ആരില്ല. ഉള്ളിലേക്ക് ഒതുങ്ങുന്ന വേദനയിൽ ദൈവം നിലവിളിക്ക് ചോദ്യചിഹ്നമായി കടന്നു വരും, ചോദിച്ചിരിക്കും. അതിൻ്റെ പരിണിത ഫലങ്ങൾ തലമുറകൾ തലമുറകൾ കൈമാറി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടാവും. അനേകം ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ഒരു ധ്യാനവേളയിൽ ഞാൻ ഒരിക്കൽ എൻ്റെ അടുത്ത് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ട് അവർ പോയ മനുഷ്യരാണ്. പിന്നീട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു മാസത്തിൽ ഒരു ധ്യാനം വെച്ച് ധ്യാന കേന്ദ്രത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഈ ധ്യാനത്തിൽ പിന്നീട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ യാദൃശ്ചികമായിട്ട് ഒരു മനുഷ്യൻ കടന്നു വന്നു. അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കാൻ വേണ്ടിയാണെന്ന് അവർ അവിടെയുള്ള ധ്യാനത്തിൻ്റെ അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞു അച്ഛനടുത്ത് കുമ്പസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, ധ്യാന ദിവസങ്ങളിൽ ഇവിടെ ധ്യാനിപ്പിക്കുന്നവരോട് മാത്രമേ ഞാൻ കൗൺസിലിങ്ങും കുമ്പസാരമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇടവേല വിചാരിച്ചിനടുത്ത് നിങ്ങൾ പോയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുക്കാം. അല്ലാണ്ട് എനിക്ക് നേരം കിട്ടിയല്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് അവരോട് വിഷമമുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞിട്ട് വേറൊരു ദിവസം പറയുക, വരാം. ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇവൻ ആ കന്യാസ്ത്രീയോട് പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി, ജസ്റ്റ് ഒരു മിനിറ്റ് കണ്ടാൽ മതി, സംസാരിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി വരാൻ പറ. വന്നു. കണ്ടപ്പോൾ എനിക്ക് പരിചയമുള്ള ആളാ. ഞാൻ ചോദിച്ചു, നീ എന്നാ വന്നേ? നീ കഴിഞ്ഞിടയ്ക്ക് ധ്യാനം കൂടിയിട്ട് പോയതാണ് എൻ്റെ അടുത്ത്. ഞങ്ങൾ നടത്തിയ ധ്യാനം തന്നെ കൂടിയതാണ്. ഞാൻ ചോദിച്ചു, എന്നാ വിശേഷമൊക്കെ അല്ലേ? അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. നീ എന്നോട് ഇത്ര തിരക്കിട്ട് കുമ്പസാരിക്കണം, വലിയ പാവം ചെയ്തിട്ടാണോ വന്നേ? നീ ഇത്ര തിരക്കിട്ട് കുമ്പസാരിക്കാനായിട്ട് ഓടി വന്നേ? നേരം പറഞ്ഞ, അല്ല അച്ഛാ, ഒന്ന് കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, കുമ്പസാരം അവിടെ നിർത്തിട്ട് നിന്റെ കാര്യം പറ, നിനക്കെന്തോ പ്രോബ്ലം ഉണ്ട്, എനിക്കൊരു ഉറപ്പാന്ന് പറഞ്ഞു. അതെ അച്ഛാ, ഉണ്ട്. എന്താ കാര്യം? നീ പിന്നെ എന്നെ ഇപ്പം കുമ്പസാരിക്കണം തീരുമാനിച്ചേ? അച്ഛാ, ഉള്ളത് പറയാമല്ലോ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് പാവമോചനം നേടിയിട്ട് മരിച്ചേക്കാന്ന് വെച്ചിട്ടാന്ന് പറഞ്ഞു. ഒരു വലിയ പാവം ചെയ്യാൻ പോവുക. ഇവിടെയൊക്കെ തീരുമാനങ്ങൾ നോക്കണേ. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്ന് പാവമോചനം നേടിയിട്ട് പോകാൻ വേണ്ടി വന്ന അച്ഛൻ. എന്നാടാ തീരുമാനം? ഞങ്ങളെല്ലാവരും കൂടെ മരിക്കാൻ തീരുമാനിച്ചു, ഞാനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും. എന്നാ കാര്യം? അവർ കോടീശ്വരന്മാരായിരുന്നു. കോടീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്വത്ത്, 2 ഫാക്ടറി അവർക്കുണ്ട്. ഞാൻ അവരുടെ പേര് പറഞ്ഞാൽ നിങ്ങളിൽ പലരും മലബാറിൽ ഇച്ചിരിയെങ്കിലും അറിയാവുന്നവർ നിങ്ങൾ അറിയും അവരെ. കാരണം നിങ്ങളുടെ ഒരു കേന്ദ്രത്തിലാണ് അവർ താമസിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ പേര് മനഃപൂർവ്വം പറയാത്തത്. ഈ മനുഷ്യൻ 2 ഫാക്ടറികളുടെ ഉടമയാണ്. ഭയങ്കര ഒരു വീട്, എല്ലാ സൗകര്യങ്ങളും ദൈവം കൊടുത്തു. പക്ഷേ ഇവരുടെ അപ്പച്ചന് ഈ എല്ലാം ഉണ്ടാക്കിയത് അപ്പച്ചൻ തന്നെയാണ് കേട്ടോ. അവർക്ക് പരമ്പരാഗതമായിട്ട് കാരണന്മാരിലൂടെ കിട്ടി. പിന്നെ അതിനെ നഷ്ടപ്പെടാതെ ഈ മനുഷ്യൻ കുറച്ചുകൂടെ വളർത്തുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ മനുഷ്യനൊരു ബലഹീനത വന്നു. ഒരു ബലഹീനത എന്താണ്? അദ്ദേഹം എവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ പുറകെ പോകും. അതിനുവേണ്ടി ഈ പ്രശ്നം വെക്കുന്നവരും എവിടെയുണ്ടെന്ന് നിധി കണ്ടെത്തി. ഈ മനുഷ്യനും ഇവരുടെ കുടുംബവും കൂടെ ആദ്യം വന്ന് ധ്യാനിച്ചതിനോട് ഞാൻ പറഞ്ഞില്ലേ, ധ്യാനിക്കാൻ വന്നപ്പോൾ ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചതാണ്, അച്ഛനും കൂടി എൻ്റെ കൂടെ ഒന്ന് നിൽക്കുവാണേൽ നമുക്ക് നിധിയൊക്കെ ഇങ്ങെടുത്ത് കണ്ടുപിടിക്കുമല്ലോ പ്രാർത്ഥിച്ചിട്ടേ, ഇതെവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കണല്ലോ. അപ്പോൾ അച്ഛന് അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാ ഈ വീഴൂ എന്നുള്ള ഉറപ്പായിരുന്നു അന്നേക്ക്. അപ്പം അച്ഛനും കൂടി എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ശരിയല്ല, ഇത് നിങ്ങളിൽ വരുന്ന പൈശാചിക ചിന്താഗതിയാണ്, അത് പരാജയത്തിലേക്കാണ് പോകുന്നത്. അത് ശരിയാ അച്ഛാ, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടുവാണേലോ. ഇതുവരെ പരാജയപ്പെട്ടിട്ടുള്ള മനുഷ്യന് എന്നും പോകും, കയ്യിലുള്ളത് മുഴുവൻ കളയും, ഉണ്ടാക്കിയത് മുഴുവൻ കളഞ്ഞിട്ട് തിരിച്ചു വരും. പിന്നെ ഈ മക്കള് മറ്റുള്ളവരെല്ലാം കൂടെ ഉണ്ടാക്കുന്നത്, പിന്നെ നല്ല ആദായമുള്ള ഫാക്ടറി ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകും. പക്ഷെ കടബാധ്യത വരുന്നത് മറ്റുള്ളവർ അറിയുന്നില്ല, വീട്ടുകാരറിയുന്നില്ല. ഇത് ഞാൻ മേടിച്ചു കൂട്ടുന്നത് എന്തിനാണ്? ഇതുപോലെ ഒരു നിധി കണ്ടെടുക്കാനായിട്ട് അതിൻ്റെ പരിപാടികളാണ്. അതിനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ നിധിയുണ്ട് ആ ഏറിയയിൽ. കൃത്യം അവിടെ ഉണ്ടെന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ എന്നാ, പിന്നെ അത് പറയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചെന്താണ്? ഈ മനുഷ്യൻ കടബാധ്യത കയറ്റി അവരുടെ വീടും പറമ്പും മുഴുവൻ ജപ്തിയത്, മുഴുവൻ കൊണ്ടുപോയി. ഒന്നുമില്ലാതെ ശൂന്യനായി നിന്ന അവരെ ആ അമ്മച്ചിയുടെ
ആങ്ങളമാരോ സഹോദരങ്ങളോ ഒരു വീട്, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉള്ളവരൊക്കെയാണ് ബേസിക്കലി, മറ്റെല്ലാവരും അതെ. ഈ മനുഷ്യൻ മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു വീട് നാണം കേടുണ്ടാകരുതെന്ന് ഓർത്തിട്ട് അവരുടെ ഒരു വീട് ഇവർക്ക് കൊടുത്തു. വാടകയ്ക്കല്ല, വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വീട് ഒഴിവാക്കിച്ചിട്ട് ഇവർക്ക് കൊടുത്തു. തെരുവിലൂടെ നടക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ട് ഒറ്റ പുത്രൻ, ഒരു പുത്രനേ ഉള്ളൂ. അവന് 2 പിള്ളേരുണ്ട്. അവൻ മരിക്കണമെന്ന് തീരുമാനിച്ചത് എന്താ? എൻ്റെ അച്ഛാ, എൻ്റെ പമ്പർനോത്തിക്ക് കിട്ടി ഒരുപാട് സ്വത്ത് കിട്ടിയതാ, ഒരു സാധനം ഇല്ല കയ്യിൽ മിച്ചം, എല്ലാം തീർത്തു. 2, അവൻ പറയുന്നു മുന്നോട്ട് പോവാൻ ഒരു പൈസയും കയ്യിലില്ല, നാണം കെട്ടിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അതിപ്പേരം ഞങ്ങൾ മരിച്ചേക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്തേക്ക് ഇപ്പം വന്നു, തിരിച്ചു പോകാൻ പോലും എൻ്റെ അടുത്ത് പൈസയില്ല, അച്ഛൻ നടക്കണം എന്ന് പറഞ്ഞു. 14 കിലോമീറ്റർ ഇനി 14 കിലോമീറ്റർ ആ വാടക വീട്ടിലേക്ക്, അവർക്ക് വാടകയല്ല, അവർ കൊടുത്ത വീട്ടിലേക്ക് പോകണം. 14 കിലോമീറ്റർ ഉണ്ട് അവിടെ. പ്രിയപ്പെട്ടവരെ, തിന്മയോടും പൈശാചിക ബന്ധങ്ങളോടും ബന്ധനത്തോടു കൂടിയുള്ള ഈ കൂട്ടുകൂടലുണ്ടല്ലോ, അത് ഏതൊരു മനുഷ്യൻ്റെയും അധപതനത്തിന് വഴിതെളിക്കും. ഞാൻ അന്ന് അവനോട് പറഞ്ഞു, ഇച്ചിരി ടൈം എടുത്തിട്ട് അടുത്ത ക്ലാസ്സിന് ഞാൻ വേറൊരാളെ കയറ്റിയിട്ട് ഞാൻ ഇവനെ, കാരണം ഇവൻ ആ ഒരു സാഹചര്യത്തിലാണ്, ധ്യാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ പോയി അടുത്ത ക്ലാസ് എടുത്തോളൂ, ഞാനിത് കൈകാര്യം ചെയ്തിട്ട് ഈ കൊച്ചിനോട്, കാരണം അതൊരു വലിയ ആവശ്യമായിരുന്നു അവിടെ. പ്രിയപ്പെട്ടവരെ, അവരോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു, ഇനി നിന്റെ അപ്പച്ചനുമായിട്ട് സാമ്പത്തികമായ ഒരിടപാടും നിനക്കുണ്ടാകരുത്. 2, കാരണം അപ്പച്ചൻ്റെ ആ മനോഭാവം മാറില്ല, പുള്ളി പിന്നെയും പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പം പോയിരിക്കുക. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട് വിവരങ്ങൾ. അന്ന് മിക്കവാറും ഒരു മാസത്തിൽ 2 കോൾ വെച്ചുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് ഒരു പൈസ പോലും നിന്റെ വീട്ടിലേക്ക് മേടിക്കാൻ പാടില്ല, പുള്ളി എങ്ങനെയുണ്ടാ ഉണ്ടാക്കിയാലും. 2, നീ അപ്പച്ചന് പൈസ കൊടുക്കുകയും വേണ്ട. ഭക്ഷണം കൊടുക്കണം, അങ്ങേര് ഇച്ചിരിച്ചാണ്ട് വീഡിയോ വലിക്കുന്ന മനുഷ്യനാണ്, അത് വേണേൽ മേടിച്ചു കൊടുത്തു. ഭക്ഷണം നീ കഴിക്കുന്ന പോലെ നിന്റെ അപ്പന് കൊടുത്തിരിക്കണം. നീ കിടക്കുന്ന വീട്ടിൽ ഒരു മുറി നിന്റെ അപ്പന് കൊടുത്തിരിക്കണം. അത്യാവശ്യം അദ്ദേഹത്തിന് വട്ടച്ചിലവിന് വേണേൽ ചെറിയ പൈസയൊക്കെ കൊടുത്തു. കൂടുതൽ പൈസകൾ കൈകാര്യം ചെയ്യാൻ പാടില്ല, നീ ഉണ്ടാക്കുന്നത് കൈകാര്യം ചെയ്യാൻ പാടില്ല. സമ്മതിച്ചോ നീ ചോദിച്ചു. അച്ഛാ, അതിന് പൈസ ഉണ്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, എടുത്തിട്ട് ജീവിക്കുക, ഒരു പൈസയില്ല, പ്രശ്നമില്ല അച്ഛാ. ആ ഏരിയയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് തന്നാൽ നീ അതിനോട് എന്ത് മറുപടി പറയുന്നു? അച്ഛൻ പറഞ്ഞാൽ ചെയ്യാം അച്ഛാ, അതിനൊരു കുഴപ്പമില്ല, എനിക്ക് വലിയ സന്തോഷം, അതുകൊണ്ടാണല്ലോ അച്ഛൻ ഞാൻ ഇങ്ങോട്ട് വന്നേ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവൻ കുമ്പസാരിച്ചു. കുമ്പസാരം എല്ലാം കഴിഞ്ഞ് അവൻ ഏറ്റുപോയപ്പോൾ അവൻ്റെ ഈ വണ്ടിക്കൂലിക്കില്ലെന്ന് എന്നോട് പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എൻ്റെ കീശയിലുണ്ടായിരുന്ന പൈസ എടുത്ത് ഞാൻ അവന് കൊടുത്തു. ഞാൻ പറഞ്ഞു, മോനെ ഞാനിത് എണ്ണുന്നില്ല, എനിക്കറിയത്തില്ല എത്രയുണ്ടെന്ന് കൃത്യമായിട്ട്, ഞാൻ അങ്ങനെ എണ്ണിക്കൊണ്ടുപോകാറില്ലായിരുന്നു. ഞാനിത് നിനക്ക് തരിക, ദൈവം ഇതിലൂടെ നിന്നെ വളർത്തും. എങ്ങനെ വേണം നീ തന്നെ തീരുമാനിച്ചു. നീ എന്ത് തുടങ്ങിയാലും വിജയിച്ചിരിക്കും, നീ എന്ത് തുടങ്ങിയാലും വിജയിച്ചിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ആഴ്ചയിലും അവൻ വിളിക്കുമായിരുന്നു. അവൻ അവിടെ ചെന്നിട്ട് അവൻ പറഞ്ഞു, ഏതായാലും ഞാൻ ആദ്യം എണ്ണി നോക്കിയച്ചാന്ന് പറഞ്ഞു. പൈസ എത്രയുണ്ടെന്നേ? 2900 രൂപ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്നേ. 2900 രൂപ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ വണ്ടിക്കൂലിക്ക് പിന്നെ സിസ്റ്ററിനോട് മേടിച്ചോണ്ടാ പോയത്. അതൊക്കെ കിട്ടും, കാരണം വെച്ചാൽ ഞാൻ അവർ ധ്യാനമൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ഇച്ചിരി പൈസ മേടിച്ചോണ്ടാ പോയത്. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണ്? എൻ്റെ കയ്യിലെ പേഴ്സിലെ പൈസ മുഴുവൻ ഞാൻ എടുത്തു കൊടുത്തു, 2900 രൂപ. ഇവൻ അവിടെ ചെന്ന് പിന്നെ ആലോചിച്ചു എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തു. ആകപ്പാടെ അവൻ പറഞ്ഞു, എൻ്റെ പെമ്പർനോത്തിക്ക് തയ്യലറിയാം, ഒരു തയ്യൽ മെഷീൻ മേടിക്കാം. അങ്ങനെ അവൻ അതുകൊണ്ടൊരു തയ്യൽ മെഷീൻ മേടിച്ചു. എന്നിട്ട് ഈ ഭാര്യ, അവൾക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞ കുട്ടിയായിരുന്നു, പക്ഷെ ഒന്നിനും പോകുന്നൊന്നുമില്ലായിരുന്നു, അതെല്ലാം കഴിഞ്ഞതായിരുന്നു. ഇവള് പയ്യെ ഒരു